ഹലോ അസ്സലാമു അലൈക്കും. ഇന്നൊരു അടിപൊളി പനീർ ബട്ടർ മസാല റെഡിയാക്കിയാലോ. പനീർ ബട്ടർ മസാലയും ഷാഹി പനീറെല്ലാം ഞാൻ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് പനീർ ബട്ടർ മസാലയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു പാൻ ചൂടായി അതിലേക്ക് കുറച്ച് ഓയിലും ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ടുണ്ട്. അതൊന്ന് മെൽട്ടായിട്ട് വരുമ്പോൾ 2 ഏലക്കായ്, ഒരു കഷ്ണം പട്ട, 2 ഗ്രാമ്പും അതൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ 2 ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ലാസ്റ്റ് അരക്കുന്നതുകൊണ്ട് തന്നെ ഉള്ളി കുറച്ച് വലിയ പീസായാലൊന്നും സാരിയില്ല. എന്നിട്ട് അത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളിയിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റുക. ഇനി അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു പിടി നട്ട്സും, കാഷ്യൂ നട്ട്സ് ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളി ഒന്ന് സോഫ്റ്റായിട്ട് വരുമ്പോൾ ഇതിലേക്കൊരു വലിയ തക്കാളി ഇടുക. അങ്ങനെ തക്കാളി ഒന്ന് കുക്കാകുന്ന വരെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. കുറച്ച് ഉപ്പും കൂടി തക്കാളിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് തക്കാളി ഒന്ന് കുക്കാകുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തക്കാളിയെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് ചൂടാറാൻ വേണ്ടി വെക്കണം. എന്നിട്ട് അതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇത് സെയിം പാൻ തന്നെ ഞാനൊന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ, 1 ടേബിൾ സ്പൂൺ ബട്ടർ, ഇതൊന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കുക. പിന്നെ 2 പച്ചമുളക് കട്ട് ചെയ്തതും പിന്നെ ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഉള്ളിയെല്ലാം ഒന്ന് നന്നായിട്ട് ഒന്ന് സോഫ്റ്റായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. നേരത്തെ മറ്റേയിൽ പൊടിയൊന്നും ഇട്ടിട്ടില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, ചെറിയ ജീരകം ഉണ്ടല്ലോ, ക്യൂമിൻ സീഡ്, അത് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ എല്ലാം പച്ചമണം മാറി നല്ലോണം എണ്ണ തെളിഞ്ഞ് വരുന്ന വരെ വഴറ്റി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ അരച്ചത് കൂടി ഒഴിച്ചിട്ടുണ്ട്. അതും പിന്നെ മിക്സിയിൽ കുറച്ച് വെള്ളം മിക്സാക്കിയിട്ട് അതുമെല്ലാം ഒന്ന് ഒഴിച്ച് നല്ലോണം ഒന്ന് ഇളക്കുക. എന്നിട്ടൊരു മീഡിയം തീയിൽ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞാൽ നല്ലോണം തിളച്ച് ഞാനിതിൽ പനീർ ഇട്ട്, അത് ഇടുമ്പോൾ ക്യാമറ ഓൺ ആയിരുന്നില്ല. അപ്പോൾ ഞാനിത് 250 ഗ്രാമിൻ്റെ ഫ്രോസൻ്റെ പനീർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കിയെല്ലാം മിക്സ് ചെയ്യുക. എന്നിട്ടൊരു 2-3 മിനിറ്റ് വരെ ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ നല്ലോണം ഒന്ന് തിളച്ച് എല്ലാം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. പനീറെല്ലാം നല്ലോണം വെന്ത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഫ്രഷ് ക്രീം ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്രഷ് ക്രീമോ ഏതെങ്കിലും ഒരു കുക്കിംഗ് ക്രീം അതൊരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നല്ലോണം ഒന്ന് തിളക്കണ്ട. 2-3 മിനിറ്റ് വെച്ചിട്ട് എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് ലാസ്റ്റ് 1 ടീസ്പൂൺ കസൂരി മേത്തി, പിന്നെ ഒരു പിടി മല്ലിയില, ഇതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കുക. എന്നിട്ട് ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് അടച്ചു വെക്കുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി. ഇത് നല്ലോണം കട്ടിയായിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളി പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇതെല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളിയായിരിക്കും. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്, പെട്ടെന്ന് കഴിയുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിൽ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.